എല്ലാവർക്കും വീട്ടിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടൊരു സ്പെഷ്യൽ ഉപ്പുമാവാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ സ്പെഷ്യലാണ്, അല്പം ലൂസായിട്ട് വളരെ രുചികരമായിട്ട് നമ്മളിന്ന് ഉപ്പുമാവ് തയ്യാറാക്കാൻ പോവാണ്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തയ്യാറാക്കാനായിട്ട് ഞാൻ അല്പം ക്യാരറ്റ്, സവാള, ബീൻസ്, പച്ചമുളക്, അല്പം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ തക്കാളി ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് 1 കപ്പ് റവ കൂടി വേണം. ഒരു വലിയ ചീഞ്ചട്ടി ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് മാറി കിട്ടണം. ആ സമയത്ത് നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയ ശേഷം അല്പം കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയൊക്കെ അല്പം ബ്രൗൺ കളറിലേക്ക് മാറിക്കഴിയുമ്പോൾ കറിവേപ്പില. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും, ഒരു ബീൻസ് ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്, അതുപോലെ തന്നെ അല്പം ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്, ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അല്പം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടും. ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടെ വാടിക്കഴിയുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തിരിക്കുന്നത് അതിന് 3 ഇരട്ടി വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് റവ അത് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം, ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഞാനിതൊന്ന് കുറുക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റവയുടെ 3 ഇരട്ടി വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും. 3-4 മിനിറ്റ് കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കി എടുത്തു. അല്പം ലൂസാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയും. നല്ല നെയ്യിൻ്റെയും കശുവണ്ടിയുടെ ഒക്കെ നല്ല മണമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രുചികരമാണ് നമ്മുടെ ഇന്നത്തെ ഉപ്പുമാവ്. ഇന്നത്തെ നമ്മുടെ ഈ ഉപ്പുമാവിന് കോമ്പിനേഷനായിട്ട് നമുക്ക് സാമ്പാറോ പൊട്ടുകടല വെച്ചിട്ടുള്ള ചമ്മന്തി, നല്ല കട്ട പോലെ അരച്ചെടുക്കുന്ന ചമ്മന്തി, അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതായാലും മതി. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ഇതിന് കോമ്പിനേഷൻ വയ്ക്കുന്നത്. ചെറിയൊരു പാത്രത്തിലാക്കി നല്ലൊരു ഷേപ്പിലാണ് ഞാനിതൊന്ന് വിളമ്പിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ രുചികരമാണ്, നല്ല നെയ്യൊക്കെ കൂടിയതാണ്. അപ്പോൾ ഇന്നത്തെ ഈ രുചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഉപ്പുമാവ് അങ്ങനെ തയ്യാറാക്കിയെടുത്തു. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, മാക്സിമം നമ്മളെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു നല്ല രുചിയുമായിട്ട് ഞാൻ വരുന്നതാണ്.